PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ PSC എക്സാംസൊക്കെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും അതുപോലെ നല്ല മാർക്ക് ലഭിക്കാനൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടിട്ടുള്ള 7 ടിപ്സാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു എയിം വേണം നമുക്കല്ലേ, ഒരു ഗോള് വേണം, അഥവാ ഒരു ലക്ഷ്യം വേണം. എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്നും അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടാൻ പോകണമെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ലക്ഷ്യം അത് സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. എനിക്ക് ഈ എക്സാം നേടിയിരിക്കണം എന്ന ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ആവശ്യമുള്ളത് അതാണല്ലേ, ഒരു ലക്ഷ്യമില്ലാതെ ചുമ്മാ ഇരുന്ന് പഠിച്ചു പോയാലല്ലോ PSC എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ലക്ഷ്യബോധം വേണം. അങ്ങനെ നമ്മളൊരു ഗോളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ ആണല്ലേ. നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം. നമ്മൾക്ക് ഡെയിലി ടൈം ടേബിളായിട്ടും അതേപോലെ വീക്കിലി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ വേണം. അതേപോലെ ടൈം ടേബിൾ വെച്ച് പഠിക്കണം. കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ച് പഠിക്കലല്ല കേട്ടോ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സിലബസും തീരില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഓർമ്മയും നിൽക്കില്ല. അപ്പം നമ്മൾ കറക്റ്റ് ടൈം ടേബിൾ ഇട്ടിട്ട് തന്നെ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ സിലബസിൽ നിന്ന് പഠിക്കണം എന്നെല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ച് ടൈം ടേബിൾ ഇട്ടിട്ട് തന്നെ പഠിക്കുക. അത് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ, നല്ല മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ SCRT എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോഴത്തെ അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ എന്തായാലും നമ്മൾ SCRT പഠിച്ചിരിക്കണം, ഡെയിലി പഠിച്ചിരിക്കണം കേട്ടോ. ഈ ഹാബിറ്റ്സ് എല്ലാം, ഈ 7 കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ SCRT നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഗൈഡ് വാങ്ങാം. ഇനിയിപ്പോൾ അതിന് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഓരോ ക്ലാസ് വൈസായിട്ട് നല്ല നല്ല ക്ലാസ്സുകൾ തരുന്ന ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ കേട്ടോ പഠിച്ചിട്ടുള്ളത് SCRT. അതിന് ശേഷമാണ് ഞാൻ ഗൈഡൊക്കെ വാങ്ങി പഠിക്കാൻ തുടങ്ങി. കണ്ണിന് ചെറിയ പ്രശ്നം പോലെ തോന്നിയപ്പോൾ, ഒരുപാട് സ്ട്രെയിൻ തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ ബുക്സ് വാങ്ങിയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒത്തിരി നല്ല ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദിവസവും നിങ്ങൾ 7 ഹാബിറ്റിൽ ഒരു ഹാബിറ്റ് SCRT പഠിക്കാനായിട്ട് എടുക്കുക. ഇത് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളതാട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നോട്ട് മേക്കിങ്, നോട്ട് ഉണ്ടാക്കുക. നമ്മൾ സ്വയം നോട്ട് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ നോട്ട്സ് റെഡി ആയിരിക്കും അല്ലേ. അങ്ങനെയല്ല, അത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. നമുക്കായിട്ട് സ്വന്തമായിട്ട് നമ്മൾ നോട്ട് ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഏറ്റവും ടഫുള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ റയർ ഫാക്ട്സ് അങ്ങനെ നോട്ട് ഉണ്ടാക്കുക കേട്ടോ. അതല്ലാതെ തന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചാലും അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ബെനിഫിറ്റ് തന്നെ തരുള്ളൂ കേട്ടോ. നിങ്ങളുടെ പഠനം ഇമ്പ്രൂവ് ആക്കാനും നമുക്ക് റെഫർ ചെയ്യാനും, പെട്ടെന്ന് നമ്മൾ എഴുതിയത് തന്നെ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല സ്ട്രോങ് ആവും നമ്മളുടെ പഠിത്തം. അപ്പോൾ അങ്ങനെ നോട്ട് മേക്ക് ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയതാട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നോട്ട്സ് തരുമായിരുന്നു. അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ നോട്ട്സ് എല്ലാം വായിക്കുമ്പോഴാട്ടോ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നത് എൻ്റെ പഠനം. ഇനി 5ാമത്തെ കാര്യം മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് പഠിക്കുക തന്നെ വേണം കേട്ടോ. OMR അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക് ബേസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ഇത് എഴുതി ശീലിക്കുക തന്നെ വേണം. ഇത് ഡെയിലി ഹാബിറ്റിൽ കൊണ്ടുവരാമെന്ന് ഞാൻ പറയില്ല. കാരണം ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതുന്നത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഹൗസ് വൈഫ് ആകുമ്പോൾ അതേപോലെ വർക്ക് ചെയ്യണവരൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർ വീക്കിലി 1 തവണയെങ്കിലും, അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 3 തവണയെങ്കിലും മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ OMR എഴുതുക. അല്ലെങ്കിൽ 1 തവണ. മോക്ക് ടെസ്റ്റ് ആകുമ്പോൾ നമുക്ക് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ എഴുതാം. പക്ഷെ OMR ആഴ്ചയിൽ 1 തവണയെങ്കിലും എഴുതിയിരിക്കണം കേട്ടോ. നമ്മളുടെ നിലവാരം മനസ്സിലാക്കാനും എവിടെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ആക്കണമെന്ന് മനസ്സിലാക്കാനും മോക്ക് ടെസ്റ്റാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി അഥവാ തുടർച്ച. നമ്മളത് നിലനിർത്തുക തന്നെ വേണം. അത് നിലനിർത്താതെ ഒരിക്കലും നമ്മൾ വിജയിക്കില്ല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ പഠിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ദിവസം നിങ്ങൾ പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ദിവസവും അരമണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മളെ കൊണ്ട് തീരെ പറ്റാത്ത ദിവസങ്ങളിലും നമ്മൾ അരമണിക്കൂറെങ്കിലും പഠിക്കണം. നമുക്ക് മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് കേൾക്കാമല്ലോ യൂട്യൂബിൽ ക്ലാസ്സൊക്കെ. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കണം. നമ്മൾക്ക് വയ്യാതായി കിടക്കുകയാണെങ്കിൽ പോലും, എനിക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് പോലും ഞാൻ യൂട്യൂബിലെ ക്ലാസ്സുകൾ ഓൺ ചെയ്തിട്ട് കിടക്കാറുണ്ട് കേട്ടോ. കേട്ടിട്ട് അരമണിക്കൂറെങ്കിലും കേൾക്കാനുള്ള ഒരു മനോഭാവം ഒന്നും ഉണ്ടാവില്ല. എന്നാലും അരമണിക്കൂറെങ്കിലും ആ തുടർച്ച, ആ ഒരു കൺസിസ്റ്റൻസി പോവരുത് എന്നുള്ളത് കൊണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ
തീരെ വയ്യാതെ കിടക്കുമ്പോഴുള്ള കാര്യമല്ല പറയുന്നത്. ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ ദിവസവും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ അത് എല്ലാവരും നിലനിർത്തുക. അപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും വിജയത്തിലേക്ക് എത്താനും അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൽ 7ാമത്തെയും ഏറ്റവും അവസാനത്തെ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റേ പോസിറ്റീവ്. പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളോട്ട് എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ വെക്കുക. എനിക്ക് ജോലി കിട്ടും, ഈ ജോലി എനിക്ക് ലഭിക്കും, ഉറപ്പായിട്ട് ഞാനിത് നേടിയെടുക്കും എന്നുള്ളത് നമ്മളെ മനസ്സിനെ പറഞ്ഞ് വെക്കുക. അതല്ലാതെ നെഗറ്റീവ് ചിന്തകൾ വരരുത് കേട്ടോ. നിയമനങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ അത് കൂടുതൽ താങ്ങി നിർത്തരുത് നമ്മുടെ മൈൻഡിൽ. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുക. എനിക്കിത് കിട്ടും എന്നുള്ള തന്നെ ചിന്ത വേണം. ഞാൻ ഈ എക്സാം നേടും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്തയോടെ വേണം എല്ലാ എക്സാമിനും നമ്മൾ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു ഭാഗം പഠിച്ചെടുക്കുമ്പോൾ എനിക്ക് തീരെ കിട്ടുന്നില്ല അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പഠിക്കരുത്. ഇതും ഞാൻ പഠിച്ചെടുക്കും, ഇത്രയും ഞാൻ പഠിച്ചു വന്നില്ലേ, 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇത്രയൊക്കെ എനിക്ക് പഠിക്കാമെങ്കിൽ, ആ ചെറിയ പ്രായത്തിൽ എനിക്ക് പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ എനിക്ക് പഠിച്ചുകൂടാ? ഈ ഒരു പ്രായത്തിൽ എന്താ പഠിക്കാൻ പറ്റില്ല? നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ചിന്ത നമ്മൾ മനസ്സിൽ വെക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കുന്നില്ലേ, അന്നത്തെ 10ാം ക്ലാസ്സൊക്കെ ഞാൻ ഇപ്പോൾ എഴുതിയതാണെങ്കിൽ ഫുൾ A+ കിട്ടിയേനെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ? ഞാനും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ അതെല്ലാം നേടിക്കൂടാ? ആ 10ാം ക്ലാസ്സിലത്തെയും ഒക്കെ തന്നെയല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാട്ടോ ഏറ്റവും പ്രധാനം. പഠിക്കാനൊരു മൈൻഡ് വേണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലെത്താനും നല്ല ജോലി ലഭിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണേ, നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്